പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 17 പള്ളിക്കൂദാശ കാലം 2-ാം വെള്ളി. ഇന്നത്തെ വായനകൾ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയും ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 20 വരെയും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഒരു യഥാർത്ഥ പ്രേക്ഷിത ശിഷ്യന്റെ മനോഭാവത്തെയും തീഷ്ണതയെയും വളരെ വ്യക്തതയിൽ അവതരിപ്പിക്കുന്നതാണ് ഇന്നത്തെ 2 വായനകളും. താൻ സ്വീകരിച്ചതും അനുഭവിച്ചറിഞ്ഞതും മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കാനാവില്ല ഒരു മിഷണറിക്ക്, പ്രേക്ഷിതന്. അനുഭവത്തിന്റെ തോതനുസരിച്ചായിരിക്കും തീർച്ചയായും പകർന്നു കൊടുക്കുവാനുള്ള തീക്ഷ്ണതയും. ചില തീക്ഷ്ണമതികളായിട്ടുള്ളവരെ കുറിച്ച് പറയാറുണ്ടല്ലോ, അദ്ദേഹം ഒരു തീപിടിച്ച ആത്മാവ് കണക്കാണെന്ന്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഇത്തരത്തിൽ ആത്മാവിൽ മന്യം കൂടാതെ സദാ തീക്ഷ്ണതയിൽ ജ്വലിച്ചു നിന്ന അപ്പസ്തോലന്മാരിലൂടെയും ക്രൈസ്തവ സാക്ഷികളുടെയും ആണ് സഭാതരു വളർന്നു പന്തലിച്ചത്. പിതാവായ ദൈവത്തിന്റെ യഥാർത്ഥ മിഷണറിയായി ഭൂമിയിൽ അവതരിച്ച യേശുമിശിഹായും ഈ തീക്ഷ്ണതയിൽ ജ്വലിച്ച് പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന മിശിഹായ്ക്ക് ആ ദിവ്യ അനുഭവത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള അദമ്യമായ ആഗ്രഹം. അതുപോലെ തന്നെ ലേഖന ഭാഗത്ത് ക്രിസ്തുവിന്റെ ഉത്തമ പ്രേക്ഷിത ശിഷ്യൻ, ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ വിശുദ്ധ പൗലോസും തന്റെ ആഗ്രഹം നമ്മുടെ മുന്നിൽ വയ്ക്കുകയാണ്. മിശിഹ നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന. പിതാവിന്റെ കൂടെ ആയിരുന്നവന് നമ്മെ പിതാവിന്റെ പക്കലേക്ക് കൊണ്ടുപോകുവാനുള്ള ആഗ്രഹം. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന അപ്പസ്തോലനും താൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലും താൻ അനുഭവിക്കുന്ന ക്രിസ്തു ചൈതന്യം രൂപപ്പെടുവാൻ, ക്രിസ്തു രൂപപ്പെടുവാൻ അതിനായി ഒത്തിരി യാതനകളും വേദനകളും അനുഭവിക്കേണ്ടി വന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന പൗലോസ് അപ്പസ്തോലൻ പിതാവിന്റെ ദൗത്യം ഈ ഭൂമിയിൽ നിർവഹിച്ച് പൂർത്തിയാക്കാൻ വന്നവന്റെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും, നാം എവിടെയായിരുന്നാലും നാം ആരായിരുന്നാലും, ക്രിസ്തു അനുഭവത്തിന്റെ, തീഷ്ണതയേറിയ അനുഭവത്തിന്റെ, വ്യക്തിപരമായ അനുഭവത്തിന്റെ പ്രേക്ഷിത ശിഷ്യരാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്രകാരം ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരായി തീർന്ന, ക്രിസ്തുവിനെ അനുകരിച്ചും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെ അനുകരിച്ചും ജീവിതം കർത്താവിന് പ്രീതികരമാക്കി തീർക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.